ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിൽ കൂടെ എങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്ത് നോക്കാം. അതിനായിട്ട് മൊബൈലിൽ നമ്മൾ ഗൂഗിൾ പേയിലേക്ക് പോവുക. അതവിടെ ഗൂഗിൾ പേയുടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതേപോലെ വരുമ്പോൾ താഴോട്ട് എടുക്കുമ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ ദ മൊബൈൽ നമ്പർ, അവിടെ നമുക്ക് നമ്മുടെ നമ്പർ ക്ലിക്ക് ചെയ്യണം, അതായത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത നമ്പർ, എത്ര നമ്പർ നമ്മൾ രൂപ ചാർജ് ചെയ്യണം, അപ്പോൾ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിച്ചു കൊടുക്കുക, അവിടെ നോക്കുക എത്ര രൂപയാണ് വേണം ചെയ്യുക. അപ്പോൾ എനിക്ക് 20 റുപ്പീസ് മതിയായിരുന്നു, ഞാൻ 20 റുപ്പീസായി. ഇതാ കണ്ടില്ലേ 20. അപ്പോൾ 20ലായപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബാങ്കിൻ്റെ വരും പേ 20 റുപ്പീസ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ദ പേയിങ്. അപ്പോൾ നമുക്കവിടെ നമ്മുടെ എത്രയാണോ നമ്മുടെ പിൻ നമ്പർ അവിടെ അടിക്കണം. പിൻ നമ്പർ അടിച്ചു. അപ്പോൾ അതിന് ശേഷം ആ ടിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നോക്കൂ പേയിങ്. അപ്പോൾ 20 റുപ്പീസ് പേ ആയി. ഇതേപോലെ ടിക്കിങ് വരും. അപ്പോൾ നോക്കിയേ, കണ്ടില്ലേ, റീചാർജ് ഓർഡർ. അപ്പോൾ 20 റുപ്പീസ് നമുക്കവിടെ റീചാർജ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഐ പെയ്ഡ് എന്ന് വന്നു. അതിനുശേഷം നമ്മളതിനെ ക്യാൻസൽ ചെയ്യുക. സാധാരണ നോർമലി പുറത്ത് വരിക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ചെറിയ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക്